വാരണാസി പോകാൻ വേണ്ടി ഇറങ്ങിയ ഞാൻ അവസാനം എത്തിപ്പെട്ടത് പൂനെയിൽ. നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വാരണാസി വരെ പോകാൻ വേണ്ടി റൂമിൽ നിന്ന് പുറപ്പെട്ടു. പക്ഷേ എത്തിപ്പെട്ടത് അവസാനം പൂനെയിലാണ്. കാര്യം ഇതാണ് സംഭവിച്ചത്. ഈ വാരണാസി പോകാനുള്ള ട്രെയിന് നമുക്ക് CST അല്ലെങ്കിൽ ഛത്രപതി ശിവാജി ടെർമിനൽ എന്ന് പറയും. അവിടെ നിന്നാണ് ഈ വാരണാസിക്കുള്ള ട്രെയിൻ ഉണ്ടായിരുന്നത്. അത് 12:30-ക്കായിരുന്നു. പക്ഷേ ആ ട്രെയിൻ ക്യാൻസലായിപ്പോയി. പക്ഷേ അതേ ട്രെയിൻ ദാദർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വിടുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ അവസാനം ദാദറിലെത്തി. പക്ഷേ അപ്പോഴത്തേനും ട്രെയിൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു. പിന്നെ വിചാരിച്ചു എങ്ങോട്ടേലും പോയേ പറ്റൂ. അപ്പോഴാണ് ആലോചിച്ചത് പൂനെക്ക് വിട്ടാലോ. അങ്ങനെ ഒരു ഷെയർ ടാക്സി എടുത്തു. ഷെയർ ടാക്സിയിൽ 400 രൂപയാണ് എൻ്റെ ചാർജ് വരുന്നത്, 350 to 400. പൂനെയും ഞാൻ തമ്മിലൊരു നൊസ്റ്റാൾജിക് ബന്ധമുണ്ട്. കാരണം എൻ്റെ ഒരു ചൈൽഡ്ഹുഡിൽ, അത് 2nd and 3rd സ്റ്റാൻഡേർഡ് ഞാൻ ആക്ച്വലി പഠിച്ചത് പൂനെയിലായിരുന്നു. അപ്പം അന്നത്തെ ഒരു ചെറിയൊരു ബന്ധം പൂനെയുമായിട്ടുണ്ട്. ഭയങ്കര രസമായിരുന്നു ആ സമയത്ത്. അപ്പം ആ ഒരു സംഭവങ്ങളൊക്കെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. മുംബൈ ടു പൂനെ ട്രെയിൻ വഴി ഒരു യാത്ര ചെയ്ത് നോക്കുക, അത് കിട്ടലാണ്. അതും രാവിലത്തെ സമയത്ത്. അതിലോട്ടുള്ള വ്യൂസ് ഭയങ്കര. കാര്യം പോകുന്ന വഴിക്കാണ് ഈ ലോണാവല, അതുപോലെ ഖണ്ടാല, അങ്ങനെ ഒരുപാട് ഹിൽ സ്റ്റേഷൻസും കാര്യങ്ങളുള്ളത്. അപ്പോൾ ആ പോകുന്ന ഒരു ജേർണി കിടലാണ്. അപ്പം എന്തായാലും പൂനെ എത്തി. ഇപ്പം ഏകദേശം 4:30 ആയിട്ടുണ്ട്. എന്തായാലും ഞാൻ നേരെ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്, റെയിൽവേ സ്റ്റേഷനിലോട്ട്. അവിടെ പോയിട്ട് ഫോൺ ചാർജ് ചെയ്യണം. അപ്പം എന്തായാലും രാവിലെ ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ വെളി കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റേഷൻ്റെ പല സ്ഥലങ്ങളിലോട്ട് പോകാനുള്ള ഒരുപാട് ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മുംബൈ കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലെ 2ാമത്തെ വലിയ നഗരമാണ് പൂനെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൂനെ ഒരു ശാന്തമായിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ ഒരുപാട് നോയ്സോ അല്ലെങ്കിൽ ഒരുപാട് ക്രൗഡുള്ള സ്ഥലമല്ല. ആസ് കമ്പയറിങ് ടു അതർ സിറ്റീസ്. ലൈക്ക് ഭയങ്കര നോർമലായിട്ടുള്ള സിറ്റിയാണ്, ശാന്തതയുള്ള സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷേ റിട്ടയർമെൻറ്റ് ഹോമായിട്ടൊക്കെ ആൾക്കാർ പൂനെ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. ഇവിടുത്തെ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ മെയിൻലി ഇവിടെ ഉള്ളത് ഫോർട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ കേവ്സ് ഉണ്ട്, മ്യൂസിയംസ് ഉണ്ട്, പാർക്സ് ഉണ്ട്. അതായത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ കൾച്ചറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻസ് എന്ന് പറയുന്നത്. കാര്യം നമ്മുടെ ഈ മഹാരാഷ്ട്ര ഭരിച്ചിരുന്ന സമയത്ത് ആ സമയത്ത് രാജാക്കന്മാരുടെ ഒക്കെ ഒരു മെയിൻ ആസ്ഥാനമായിരുന്നു പൂനെ. അപ്പോൾ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു പൂനെ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പല കാര്യങ്ങളും പൂനെയിൽ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള അട്രാക്ഷൻ. ഞാൻ ഹോപ്പ് ചെയ്യുന്നു അതും എനിക്ക് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം ഞാൻ കവർ ചെയ്യും. എന്തായാലും അതിൻ്റെയൊക്കെ വ്ളോഗ്സ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ട്രാവൽ വ്ളോഗിൻ്റെ ഒരു സീരീസ് ഇന്നോട്ട് ആരംഭിക്കുകയാണ്. പൂനെയിലെ കുറച്ച് വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഗൈസ്, സംബന്ധം കൂടുതൽ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം, ബൈ. Yo!